പാരിടമാകവേ മാറിടിലും മാറാത്തോരൻ പരൻ ജീവിക്കുന്നു. വാക്കുമാറാത്തവൻ എൻ രക്ഷകൻ, വീണ്ടും വന്നിടും താൻ മേഘമതിൽ. ആ മഹൽ സ്നേഹത്തെ നിത്യസന്തോഷത്തെ എത്ര നാൾ ഞാൻ തള്ളിയതാ, തേടി വന്നെന്നെ ഈ ജഗത്തിൽ തേജസ്വരൂപൻ യേശുനായകൻ. തേടി വന്നെന്നെ ഈ ജഗത്തിൽ തേജസ്വരൂപൻ യേശുനായകൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ എൻ രഘു സൂററ്റ് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യ സ്നേഹവന്ദനങ്ങൾ. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 1-3. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലീവ് മലയരികെ ബത്ഫാഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. അതിനോട് ചേർന്ന് 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. സിയോൻ പുത്രിയോട്, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാനിത് സംഭവിച്ചു. കർത്താവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്വഭാവം വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നത് അവൻ്റെ താഴ്മയവും വിനയവുമാണ്. അവൻ്റെ താഴ്മയും വിനയവും നാം കുറിക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടതുമാണ്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ നീതിമാനും ജയശാലിയുമായി വരുന്ന സിയോൻ പുത്രി നിൻ്റെ രാജാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിലെ മറ്റ് സുവിശേഷങ്ങളിലൊക്കെ നാം പരിശോധിച്ചാൽ ആ വാക്യം അവിടെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുന്നതായിട്ട് നാം വായിക്കുന്നില്ല. ആ പദപ്രയോഗം നീതിമാനും ജയശാലിയും, അത് നമ്മുടെ കർത്താവ് ജയശാലിയും നീതിമാനുമായി അല്ലെങ്കിൽ ജയാളിയായി ജയവീരനായി വരാൻ പോകുന്ന അവൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച്, ഭൂമിമേലുള്ള അവൻ്റെ വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി വരുന്നു, നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് ഉള്ള പ്രവചനം നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചതായിട്ടാണ് മത്തായിയും ലൂക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് യോഹന്നാനും ചെറിയ സൂചന നമുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ടും വളരെ അനുകരണീയമായ ഒരു കാഴ്ചയാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു വാഹനമൃഗത്തെ ഉപയോഗിക്കുവാൻ നമ്മുടെ കർത്താവ് തിരഞ്ഞെടുത്തത് ഒന്നാമത് ദൈവവചനത്തിൻ്റെ നിവൃത്തി എന്നവണ്ണം ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയുമാണ്. ചെറുകഴുത എന്ന് അതിനെ കൂടെ സൂചിപ്പിക്കുന്നതായിട്ട് സുവിശേഷകന്മാരതെ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ചെറിയ കുട്ടിയായ അല്ലെങ്കിൽ ആ കഴുതക്കുട്ടിയുടെ മേൽ കർത്താവ് യാത്ര ചെയ്തു. എന്നാൽ അതിൻ്റെ തള്ളക്കഴുതയെയും അഴിച്ചുകൊണ്ട് വരുവാൻ കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. കർത്താവ് തൻ്റെ സ്വഭാവത്തിൽ ഒരിക്കലും ഒരു സ്വാർത്ഥനായിരുന്നില്ല എന്നുള്ളത് അവൻ്റെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും വർണ്ണനീയമായ കാര്യമാണ്. അവനൊരു കഴുതയുടെ ആവശ്യമേ ഉള്ളൂ. അത് വചനപ്രകാരം ചെറുകഴുത മതി. എന്നാൽ അതിൻ്റെ തള്ളയെയും കൂടെ തൻ്റെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ട് കൂടെ കൊണ്ടുവരുന്നതായിട്ട് കെട്ടഴിച്ച് കൊണ്ടുവരുന്നതായിട്ട് നാം വായിക്കുന്നു. കർത്താവ് തള്ളപ്പെട്ടതിനെയും
ബന്ധനത്തിലായിരിക്കുന്നതിനെയും ഉപേക്ഷിക്കുന്നവനല്ല. തള്ളയോടുകൂടെ ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നു. കുട്ടിക്ക് തള്ളയില്ലാതെ സമാധാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ആ പെൺകഴുതയെയും അതിൻ്റെ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്ന് കർത്താവ് ചെറിയ കഴുതയുടെ കുട്ടിമേൽ കയറി എന്ന് നാം വായിക്കുന്നു. കർത്താവ് എപ്പോഴും കരുതലോടുകൂടെ ചിന്തിക്കുന്ന കർത്താവാണ്. തൻ്റെ കാര്യത്തിന് ഒരു കഴുതയെ മതി, ആ കുട്ടിയായ കഴുതയെ മാത്രം മതി. എന്നാൽ കർത്താവ് അങ്ങനെയല്ല ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മോട് ചേർന്ന് നമ്മിൽ ആശ്രയിച്ച് നമ്മെ കരുതുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൂടെ കർത്താവ് കരുതുന്നു, ചിന്തിക്കുന്നു, കൂടെ വിളിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കാൻ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് നമ്മെ ബന്ധിക്കുന്ന എല്ലാവരെയും തൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, ആരും ഒരിക്കലും പ്രവേശിച്ചിട്ടില്ലാത്ത, കയറിയിട്ടില്ലാത്തതെന്ന് വായിക്കും. ആർക്കും പ്രയോജനകരമല്ലാത്ത, എല്ലാവരാലും നിഷ്പ്രയോജനമെന്ന് കരുതി തള്ളിക്കളഞ്ഞതിനെയാണ് കർത്താവ് ഉപയോഗിച്ചത്. മൂന്നാമതായിട്ട്, ബന്ധനത്തിലായിരുന്ന രണ്ടിനെയും കെട്ടിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര കാലമായി ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു, എത്രമാത്രം ബുദ്ധിമുട്ടും പട്ടിണിയും ഒക്കെ അത് അനുഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ഉടമസ്ഥരില്ലാത്ത, ആരോരും അവകാശപ്പെടാനില്ലാതെ ബന്ധനത്തിൽ കഴിയുന്ന ആ മൃഗത്തെ കർത്താവ് ഉപയോഗിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ലോകത്തിൻ്റെ ബന്ധനത്തെ അഴിക്കുവാൻ ബന്ധിക്കപ്പെട്ടവരെ, ബന്ധനത്തിലായിരിക്കുന്ന, സാത്താന്യ ബന്ധനത്തിലായിരിക്കുന്ന, പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന, ലോകത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ട് കെട്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വന്ന കർത്താവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ കർത്താവ് പറയുന്ന ഒരു വാക്ക് എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. കർത്താവ് ഒന്നിനെ കൊണ്ട് ആവശ്യമുള്ളൂ, എന്നാൽ ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്നാണ് മത്തായി രേഖപ്പെടുത്തുന്നത്. മർക്കോസിലും ലൂക്കോസിലുമൊക്കെ അങ്ങനെ കാണുന്നില്ല. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവെ, എത്ര മഹനീയനായ കർത്താവാണ്, എത്ര സ്നേഹസമ്പന്നനായ കർത്താവാണ്. കർത്താവിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. നാം എത്ര ബുദ്ധിയില്ലാത്തവരാണെങ്കിലും, ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിലും, അയോഗ്യരാണെങ്കിലും, അപ്രിയരാണെങ്കിലും, ആർക്കും വേണ്ടാത്ത ബുദ്ധിഹീനരാണെങ്കിലും, നിഷ്പ്രയോജന ദാസന്മാരാണെങ്കിലും നമ്മെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്നുള്ള അതിമഹത്തായ സത്യമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. കർത്താവിന് ആവശ്യമുണ്ട്. ഇന്നലെ വരെ കെട്ടപ്പെട്ടിരുന്ന കഴുതയെ കർത്താവ് തൻ്റെ മഹനീയമായ നഗരപ്രവേശനത്തിന്, ദേവാലയ പ്രവേശനത്തിന് ഉപയോഗിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ അവസ്ഥയെ നമുക്കൊരു നിമിഷം ചിന്തിക്കാം. കർത്താവെ, അനേക അന്ധവിശ്വാസങ്ങൾ കെട്ടപ്പെട്ടവരായിരുന്ന, അനേക ജഡിക ബന്ധനങ്ങളിൽ, മാമൂലുകളിൽ, പാരമ്പര്യങ്ങളിൽ കെട്ടപ്പെട്ടിരുന്ന ഞങ്ങളെ നിൻ്റെ പുത്രൻ മുഖാന്തരം അഴിച്ച് തനിക്ക് പ്രയോജനമുള്ളവരാക്കി തീർത്ത കർത്താവെ, നിൻ്റെ മഹത്വമുള്ള നാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ കരുതലിനായിട്ട് നന്ദി പറയുന്നു. ശിഷ്യന്മാരവയെ കൊണ്ടുവന്ന് അവയുടെ മേൽ തങ്ങളുടെ വസ്ത്രം വിരിച്ചു അവനെ കയറ്റി ആ ചെറിയ കഴുതമേലിരുത്തി. ഞാൻ മനസ്സിലാക്കുന്നത്, വലിയ പ്രൗഢഗംഭീരനായ ഒരു വലിയ മനുഷ്യനൊന്നും ആയിരുന്നില്ല നമ്മുടെ കർത്താവ്. ചെറിയ കഴുതമേലിരിക്കുവാൻ തക്കവണ്ണം സാധാരണ മനുഷ്യനായിരുന്നു. സാധാരണക്കാരനായ നമ്മുടെ അരുമനാഥൻ്റെ ധാർമ്മിക സ്വഭാവം, അവൻ്റെ മോറൽ സൗന്ദര്യത്തെ നമുക്കിന്ന് രാവിലെ ഓർത്ത് നമുക്കൊന്ന് നന്ദിയോടെ സ്തുതിക്കാം. അവൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.